കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സുധാകരനിൽ മാത്രം നിൽക്കുന്നതാണ്. നെടുന്തൂണായി നിൽക്കുന്നത് സുധാകരനാണ് അല്ലേ? ഈ പറഞ്ഞ സുധാകരനെയും ഈ പറഞ്ഞ സണ്ണി ജോസഫിനെയും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. 3.5 വർഷം 4 വർഷം സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നല്ലോ. അതിനുശേഷം 1.5 വർഷമല്ലേ ഈ പറഞ്ഞ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ഇവർ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇന്നാണ് ഈ സുധാകരനാണ് KPCC പ്രസിഡന്റെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ഈ TK ഗോവിന്ദ മാഷിൻ്റെ പുറകെ പോകത്തില്ല, ഈ കുഞ്ഞികൃഷ്ണൻ്റെ പുറകെ പോകത്തില്ല. അവിടെ കണ്ണൂരിലെ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ മത്സരിച്ചേനെ 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനൊരു ധാരണയില്ല എന്നുള്ളതാണ്. അപ്പോൾ 5 വർഷം സുധാകരൻ KPCC പ്രസിഡന്റ് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു, 2 ജനറൽ സെക്രട്ടറിമാർ, ഒന്ന് M ലിജുവും ഒന്ന് ജയന്തും. രണ്ടുപേർക്കും ധാരണയുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നു. സുധാകരന് എന്തെങ്കിലും ഓർമ്മപ്പശക്കോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കുകയും അത് കേൾക്കുകയും ചെയ്യായിരുന്നു ഈ 2 നേതാക്കന്മാർ. ഈ പുനഃസംഘടന വന്നതിന് ശേഷം KPCC പ്രസിഡന്റ് മാറ്റിയത് കൂടിയിട്ട് എന്ത് പറഞ്ഞാൽ സുധാകരൻ്റെ കൂടെയുള്ളവരെ മുഴുവൻ വെട്ടിക്കളഞ്ഞു. ഒരാൾക്കും അതിനൊരു വിലയില്ല, അതിനൊരു പവറും ഇല്ലാതായി. അപ്പം ഞാൻ പറയുന്നത് ഈ വെട്ടൽ രാഷ്ട്രീയം കോൺഗ്രസ് നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അണികളെ കുറ്റം പറയുകയാണ്, എന്നിട്ട് അണികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണികൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന നേതാക്കന്മാർ ഈ കളിയാണ് അണികൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞത് 24 മണിക്കൂർ പറഞ്ഞ പാർട്ടി 3 ദിവസമാകാൻ പോവാണ്. 3 ദിവസമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പല മണ്ഡലത്തിൽ ഞാൻ എന്ന് പറയാം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു നേതാവ് വന്നിട്ട് കോൺഗ്രസ് പറയുന്നൊരു പാർട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു സംസ്ഥാനത്തെ സ്ഥാനാർത്ഥിനെ നേരിട്ട് വന്ന് പത്രക്കാരെ മുന്നിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പാർട്ടി ഡിക്ലറേഷൻ വന്ന് അരമണിക്കൂറിൽ CPM പോലെയുള്ള പാർട്ടി 86 സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയാണ്. ഈ പറഞ്ഞ CPI എന്ന് പറയുന്ന ചെറിയ പാർട്ടി അതിന് മുന്നേ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയാണ്. 100-ലധികം സ്ഥാനാർത്ഥിനെ അരമണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് ഒരു പത്രസമ്മേളനം നടത്തി 53 സ്ഥാനാർത്ഥിനെ പരിചയപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ.